Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആയി കഴിഞ്ഞ് ഇനി പറയാൻ പോകുന്ന റെഡ് ഫ്ലാഗുകൾ ഏതെങ്കിലും കണ്ടിന്യൂസ് ആയി നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഒഴിവാക്കി വിടാൻ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. ബിക്കോസ് ഈ ഒരു സ്വഭാവം പലപ്പോഴും റിലേഷൻഷിപ്പിലേക്ക് എൻറ്റേഡ് ആയി കഴിഞ്ഞാലാണ് അത് ബുദ്ധിമുട്ടായി വരുന്നത്. സോ കുറേ കാര്യങ്ങളുണ്ട് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം റെഡ് ഫ്ലാഗുകളാണ് എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള റെഡ് ഫ്ലാഗുകൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നോക്കാം. ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു റെഡ് ഫ്ലാഗാണ് ഓവർ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ തയ്യാറാകാത്ത ഒരവസ്ഥ. ഒരുപക്ഷെ അവർക്ക് ചെയ്യാൻ സാധിക്കുമായിരിക്കും, ബട്ട് സ്റ്റിൽ അവരത് ചെയ്യില്ല എന്നുള്ളതാണ്. എപ്പോഴും അവരെന്തെങ്കിലും ഒരുപക്ഷെ അവരുടെ പേഴ്സണൽ കാര്യം തന്നെ ആയിരിക്കാം, ബട്ട് സ്റ്റിൽ അത് ചെയ്യുമ്പോഴും അവർക്ക് നിങ്ങളുടെ പ്രസൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ അത് ചെയ്യുള്ളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതാണ് ഓവർ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇതൊരു പരിധി വരെ ഓക്കെ ആയിരിക്കാം, പക്ഷെ ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് രണ്ടു പേർക്കും ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വരും എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ എപ്പോഴും അവരെ ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഇത് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കാര്യവും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയായി മാറുമെന്നുള്ളതാണ്. രണ്ടാണെങ്കിലും ബുദ്ധിമുട്ട് തന്നെയാണ്. സോ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ ഓവർ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് അവർ പറയുന്നത്, പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാമത്തെ റെഡ് ഫ്ലാഗ്. രണ്ടാമത്തെ റെഡ് ഫ്ലാഗ് ആണ് കൂടുതലായിട്ട് ജലസ്, അസൂയ പ്രകടിപ്പിക്കുന്നു, അതുപോലെ തന്നെ ഓവർ പൊസസീവ്നെസ് കാണിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലോ ഒക്കെ ചെയ്യുന്നതല്ല ഒരിക്കലും റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയി ഈ രീതിയിലാണ് അവർ അവരുടെ ആക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ സംസാരം, അവരുടെ പ്രവൃത്തി ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതാണ് റെഡ് ഫ്ലാഗ് എന്ന് പറയുന്നത്. സോ ഓവറായിട്ട് ജലസി പ്രകടിപ്പിക്കുന്നു, അറ്റ് ദ സെയിം ടൈം ഓവറായിട്ട് പൊസസീവ്നെസ് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് റെഡ് ഫ്ലാഗ് ആണ്. ഇത് ഒരു കൺട്രോളിങ് ബിഹേവിയറിന്റെ ഒരു ക്ലോസ് കസിനായിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഓവർ പൊസസീവ്നെസ് അല്ലെങ്കിൽ ഓവർ ജലസി എന്നൊക്കെ പറയുന്നത്. ബിക്കോസ് ഇങ്ങനെ ജലസി കൂടുതലാവുന്ന സമയത്ത് അല്ലെങ്കിൽ പൊസസീവ്നെസ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർക്ക് കൺട്രോളിങ് മെന്റാലിറ്റി വരും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരും എന്നുള്ളതാണ്. എന്ത് ചെയ്യുമ്പോഴും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും എന്നുള്ളതാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ അപ്പിയറൻസിലായിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നതായിരിക്കാം, മറ്റുള്ള ആളുകളോട് സംസാരിക്കുമ്പോഴേക്കും ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുന്നു, എവിടെ പോകുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഓരോ ഈച്ച് ആൻഡ് എവറി മൊമെന്റിലും നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരിക്കാം. ഇത്തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ലെവലിലേക്ക് ഈ ഒരു ഓവർ പൊസസീവ്നെസ് അല്ലെങ്കിൽ ഓവർ ജലസി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു റെഡ് ഫ്ലാഗ് ആണ്. നെക്സ്റ്റ് ഒരു റെഡ് ഫ്ലാഗ് ആണ് വളരെ ഓവറായിട്ട് സെൽഫ് സെൻട്രിക് ആയിട്ട് പെരുമാറുന്ന ഒരു അവസ്ഥ. അതായത് അവർക്ക് എപ്പോഴും അവരുടെ നീഡ്സ് ആൻഡ് വാൻസിനാണ് പ്രയോറിറ്റി നൽകുന്നത്, അവരുടെ ആവശ്യങ്ങൾക്കാണ് അവരെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ തീരെ പരിഗണിക്കാത്ത ഒരവസ്ഥ, എസ്പെഷ്യലി ഒരു റിലേഷൻഷിപ്പിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു വ്യക്തി മാത്രമല്ല, ആ റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു തീരുമാനം എടുക്കുന്ന സമയത്തൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ കൂടി കൺസിഡർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ആക്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്വഭാവമോ ഒന്നും കാണിക്കാത്ത ഒരവസ്ഥ, എപ്പോഴും അവനവൻ്റെ ഒരു കംഫർട്ട്, അവനവൻ്റെ ഇഷ്ടം മാത്രം നോക്കിക്കൊണ്ട് പെരുമാറുന്ന ഒരു സ്വഭാവമാണ് കൂടുതലായിട്ടും പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ എക്സ്ട്രീമായിട്ട് സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള ആളുകളായിരിക്കും. അറ്റ് ദ സെയിം ടൈം ഈ കാര്യം അവരെ പോയിന്റ് ഔട്ട് ചെയ്ത് ഇത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് അവരതിനെ മാനിപ്പുലേറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ ഒരു വ്യക്തി റെഡ് ഫ്ലാഗ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കാരണം അതൊരു ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അതങ്ങനെയല്ല വേണ്ടത്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാനോ ശ്രമിക്കുന്ന സമയത്ത് ആ ഒരു കാര്യം ഡൈവേർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു റെഡ് ഫ്ലാഗ് ആണ്. സോ ഇത്തരത്തിൽ വളരെ സെൽഫ് സെൻട്രിക് ആയിട്ട് പെരുമാറുന്നു, ആൻഡ് അതേ കാര്യത്തിനെ കുറിച്ച് അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരത്തിക്കൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത്
ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം അതൊരു റെഡ് ഫ്ലാഗ് ആണ് എന്നുള്ളത്. നെക്സ്റ്റ് ഒരു റെഡ് ഫ്ലാഗ് ആണ് പേഴ്സണൽ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാത്ത ഒരു സ്വഭാവം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് അതെല്ലാം ബ്രേക്ക് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക, പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ഒരു സ്വഭാവം. സ്വാഭാവികമായിട്ട് ഒരു പേഴ്സൺ എന്ന് പറയുന്ന സമയത്ത് അവർക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ടായിരിക്കും. അത് നമ്മളൊരു വ്യക്തിയുമായിട്ട് സ്നേഹത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇൻ കേസ് മാരീഡ് ആണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും ഒക്കെ ആ ഒരു പേഴ്സണൽ സ്പേസ് റെസ്പെക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് എന്നുള്ളതാണ്. സോ ആ ഒരു പേഴ്സണൽ സ്പേസ് റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവിടെ ആ വ്യക്തിക്ക് പേഴ്സണൽ ബൗണ്ടറി കീപ്പ് ചെയ്യാൻ കഴിയാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളത്. റിലേഷൻഷിപ്പ് ബൗണ്ടറി കീപ്പ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ ഒരു പേഴ്സണൽ സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ നിങ്ങളുടെ കംഫർട്ട് സോണിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറി നിങ്ങളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാത്തൊരവസ്ഥ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ, ഇതൊക്കെ ആ ഒരു പേഴ്സണൽ സ്പേസിനെ റെസ്പെക്റ്റ് ചെയ്യാത്തൊരവസ്ഥയാണ്. സോ നിങ്ങളുടെ പേഴ്സണൽ സ്പേസ്, ടൈം, എനർജി, ലവ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒന്നും റെസ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അവരുടെ വാക്കുകൾ, പ്രവൃത്തി എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതൊരു റെഡ് ഫ്ലാഗ് ആണ് എന്നുള്ളത്. നെക്സ്റ്റ് എക്സ്ട്രീം ആയിട്ടുള്ള മറ്റൊരു റെഡ് ഫ്ലാഗ് ആണ് ഓവർ കൺട്രോളിങ് ബിഹേവിയർ എന്ന് പറയുന്നത്. എപ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അവരുടെ ഒരു കൺട്രോളിങ് അതിലുണ്ടായിരിക്കുന്ന ഒരവസ്ഥ. ഒരു പക്ഷേ ഇങ്ങനെ ഓവർ കൺട്രോളിങ് ബിഹേവിയർ ഉള്ള ആളുകൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് എപ്പോഴും അവരെ അപ്ഡേറ്റ് ചെയ്യണം. എന്ത് ചെയ്യുകയാണെങ്കിലും ആരുടെ കൂടെ ആണെങ്കിലും അറ്റ് ദ മൊമെന്റ് ഇപ്പം നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ആ ഒരു മൊമെന്റിൽ തന്നെ അവരെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. ഒരു പക്ഷേ ഈ ഒരു സ്വഭാവമുള്ള ആളുകൾക്ക് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരിക്കും. നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുകയോ ഇടപഴകുകയോ ചെയ്യുമ്പോഴേക്കും അവർക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും. അത് നിങ്ങളുടെ സുഹൃത്തുക്കളാണെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും അവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഡ്രസ്സ് ചെയ്യണം, നിങ്ങൾ എന്ത് ഫുഡ് കഴിക്കണം, നിങ്ങൾ എവിടെ പോകണം, ആരുടെ കൂടെ പോകണം, എപ്പോൾ തിരിച്ചു വരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ശ്വാസം വിടാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതെല്ലാം നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ ഇതൊന്നും അത്ര വലിയ പ്രശ്നമല്ല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. ബിക്കോസ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആദ്യ സമയത്ത് റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലൊന്നും അത്ര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ അത് പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടായി തോന്നുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഹെൽത്തി അല്ലാത്ത കാര്യങ്ങളാണ്. ഒരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ സാധിക്കില്ല. സോ ഇതെല്ലാം ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള റെഡ് ഫ്ലാഗുകളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം. ആ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്തുകൊണ്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. സോ അത്തരത്തിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഗൈഡൻസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.